ഇതാ ലാൻഡിങ്ങിൽ ബെഡ്റൂമോട് കൂടിയ വീടാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. നമ്മളെ ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയുന്നത് ഈ സിറ്റ് ഔട്ടിൽ നിന്ന് കാൻഡിലിവറിൽ കാണുന്ന ബെഡ്റൂമിന്റെ ബാൽക്കണിയാണ്. പലപ്പോഴും വീട് നിർമ്മിക്കാൻ സ്ഥലമില്ല, അല്ലെങ്കിൽ ഉള്ള സ്ഥലങ്ങൾ ലെവലില്ല എന്നൊക്കെ പറഞ്ഞ് പലരും കംപ്ലൈന്റ് പറയാറുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ ഒരു വീട് ഒരു പ്രചോദനം തന്നെയാണ്. വിശാലമായിട്ടുള്ള ഒരു ഹാൾ സ്പേസ് ആണ് നമുക്ക് ഇതിൽ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ളത്. ഇവിടെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട ഈ ഒരു ലൂവേഴ്സ് ഡിസൈൻ അടിപൊളിയായിട്ടുണ്ട് അല്ലേ? വലിയ കിച്ചൺ, വിശാലമായ കിച്ചൺ, ബ്രേക്ക്ഫാസ്റ്റ് സെന്ററിൽ ടേബിൾ വെച്ച് അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇത് അകത്ത് തന്നെയുള്ള ഒരു കോർട്ട്യാർഡ് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നു. ഈ ഒരു സ്റ്റെയറിന്റെ താഴെയുള്ള ഭാഗം ആണെങ്കിൽ കൂടി ഒരു സ്റ്റെപ്പ് ഡൗൺ ആക്കി കൊടുത്തപ്പോൾ ഇതൊരു സ്പെഷ്യൽ ഇടമായി മാറി. ഫസ്റ്റ് ഫ്ലോറിലല്ലാതെ ലാൻഡിങ്ങിൽ ബെഡ്റൂം എന്ന് പറയുമ്പോൾ അതൊരു അതിശയം തന്നെയല്ലേ? ഈ ഒരു വിശാലമായിട്ട്, അല്ലെങ്കിൽ ഒരു എക്സിക്യൂട്ടീവ് റൂം എന്നൊക്കെ പറയുന്ന രീതിയിലാട്ടോ ഈ ഒരു ബെഡ്റൂം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, വെറൈറ്റി വീടുകളല്ലേ നിങ്ങൾ അന്വേഷിക്കുന്നത്? വെറൈറ്റി പ്ലോട്ടിൽ വെറൈറ്റി ആയിട്ടല്ലാതെ പിന്നെ എങ്ങനെ വീട് വെക്കും? ഇതുപോലുള്ള ചെരിഞ്ഞ പ്ലോട്ടിൽ ഇതാ ലാൻഡിങ്ങിൽ ബെഡ്റൂമോട് കൂടിയ വീടാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. 7 സെന്റ് മാത്രമുള്ള ഈ ഒരു പ്ലോട്ടിൽ 5 ബെഡ്റൂമോട് കൂടി മനോഹരമായി സ്പാൻ ആർക്കിടെക്ചർ ചെയ്ത വീടാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. എന്തായാലും ഭംഗി! 5 ബെഡ്റൂമൊക്കെ ഇത്രയും ചെറിയ പ്ലോട്ടിൽ കൊള്ളിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു കഴിവ് തന്നെയാണ്. അതുമാത്രമല്ല, വീട്ടിലേക്ക് നേരെ എൻ്റർ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു ലെവലിലാണ് നിൽക്കുന്നത്. ഗേറ്റ് എൻ്റർ ചെയ്ത് ഒരു വണ്ടിക്ക് വേണമെങ്കിൽ ഇവിടെ പാർക്ക് ചെയ്യാം. രണ്ടാമത്തെ കാറിന് ഇതാ ഇങ്ങനെ ചെരിഞ്ഞ് വേണമെങ്കിൽ ഇവിടെയും പാർക്ക് ചെയ്യാം. ഈ ഒരു മുറ്റം എന്ന് പറഞ്ഞാൽ മതിലിനും ഏകദേശം ഒരു 4.5 മീറ്റർ മാത്രമാണ് നമുക്ക് കാണാൻ പറ്റുക. എൻഡിൽ കിണർ ഇതാ അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത്ര പ്രാധാന്യം നൽകാതെ, അങ്ങനെ പെട്ടെന്ന് ഇവിടെ ഒരു കിണറുണ്ട് എന്ന് അറിയാത്ത രീതിയിൽ തന്നെയാണ് കിണർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെയൊക്കെ നല്ല പ്ലാൻസ് ഒക്കെ കൊടുത്ത് ഭംഗിയാക്കി. നമ്മളെ ഏറ്റവും പ്രധാനമായിട്ട് എടുത്ത് പറയുന്നത് ഈ സിറ്റ് ഔട്ടിൽ നിന്ന് കാൻഡിലിവറിൽ കാണുന്ന ബെഡ്റൂമിൻ്റെ ബാൽക്കണിയാണ്. കാരണം ലാൻഡിങ്ങിൽ ഏകദേശം ഹൈറ്റ് വരുമ്പോൾ നമുക്കറിയാം, കോൺക്രീറ്റ് ഹൈറ്റ് 3 മീറ്ററിൻ്റെ മേലേക്ക് വരുമ്പോൾ ലാൻഡിങ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഇറങ്ങി നിൽക്കണമല്ലോ. ആ ഒരു ഭാഗത്തു നിന്നുള്ള ബാൽക്കണിയാണ് ഈ കാണുന്നത്. ഈ വീടിൻ്റെ ഏറ്റവും ഹൈലൈറ്റായി എക്സ്റ്റീരിയർ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഭാഗം കൂടിയായിട്ട് മാറി ഈ ഒരു കാൻഡിലിവർ. നമുക്കറിയാം, പലപ്പോഴും വീട് നിർമ്മിക്കാൻ സ്ഥലമില്ല, അല്ലെങ്കിൽ ഉള്ള സ്ഥലങ്ങൾ ലെവലില്ല എന്നൊക്കെ പറഞ്ഞ് പലരും കംപ്ലൈൻറ്റ് പറയാറുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ ഒരു വീട് ഒരു പ്രചോദനം തന്നെയാണ്. സ്പാൻ ആർക്കിടെക്ട്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അവരുടെ പല പ്രൊജക്റ്റുകളും നമ്മൾ പരിചയപ്പെടുത്തിയതാണ്. ഈ കാണുന്ന ഏരിയ കണ്ടില്ലേ, ഈ എൻഡ് ഇവിടെ പോലും ഭംഗിയായിട്ട് അവർ കയറി പോകാൻ പറ്റുന്ന രീതിയിലേക്ക് ആക്കി മാറ്റി. ഈ ഒരു പ്ലോട്ട് ചെരിഞ്ഞ പ്ലോട്ടായിരുന്നു. മണ്ണ് മാക്സിമം അവിടെ ഫില്ല് ചെയ്തിട്ട് പില്ലറിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഈ ഒരു ഏരിയ എല്ലാം കവർ ചെയ്തതാണ് കേട്ടോ. ആ രീതിയിലാണ് ഈ ഒരു വീടിൻ്റെ മുറ്റം മുഴുവനായിട്ട് ഫെൻസ് കവർ ചെയ്തിട്ടുണ്ട്. ജാളി വർക്ക്സൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. വീടിനകത്തേക്ക് കയറുന്നതിന് മുൻപ് വീടിൻ്റെ എക്സ്റ്റീരിയർ ഡിസൈനെ കുറിച്ച് പറയാം. നേരത്തെ പറഞ്ഞ പോലെ ഒരു കാൻഡിലിവർ ആയിട്ടുള്ള ഒരു ബോക്സ് ടൈപ്പ് നമുക്കിവിടെ കാണാം. ബാൽക്കണിയാണ്. മെറ്റലിലെ ലെഗുകൾ കൊടുത്തു, ഗ്ലാസ് ഹാൻഡ് റെയിൽ കൊടുത്തു. അതുപോലെ ഇങ്ങോട്ട് വരുമ്പോൾ വലിയ വിൻഡോകൾ കാണാം. എല്ലാ വിൻഡോകളും നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. വൈറ്റ് കളറിൽ കാണുന്നതെല്ലാം അലൂമിനിയം അൾജീരിയ ആണ് ചെയ്തിരിക്കുന്നത്. ബാക്കി വുഡൻ വർക്കും വന്നിട്ടുണ്ട് കേട്ടോ കുറച്ച് ഭാഗത്ത്. ബാക്കി നമുക്ക് ഇതിൻ്റെ കളർ ടോണിലേക്ക് വരികയാണെങ്കിൽ ഐവറി കളറിൻ്റെ കൂടെ ചെറിയൊരു ലൈറ്റ് കോഫി കളറാണ് കൊടുത്തിരിക്കുന്നത്. വീടിൻ്റെ അകത്തുള്ള കാഴ്ചകൾ കണ്ടാലോ, വിശാലമായിട്ടുള്ള ഒരു ഹാൾ സ്പേസ് ആണ് നമുക്കിതിൽ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ളത്. ഇത്രയും വലിയ പ്ലോട്ടിൽ 2900 സ്ക്വയർ ഫീറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഈ ഗ്രൗണ്ട് ഫ്ലോറിന് അത്യാവശ്യം വലിപ്പം വേണമല്ലോ. ആ ഒരു സ്പേസിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തു എന്നുള്ളതാണ്, തടസ്സങ്ങളില്ലാതെ. പക്ഷേ ഇത്രയും വലിയൊരു ഏരിയ വരുമ്പോൾ ഈ ഒരു ലാൻഡിങ്ങിൽ ഒരു ബെഡ്റൂമും കൂടെ വരുമ്പോൾ ഇവിടെ ഒരു തൂണ്, ഒരു പില്ലർ വരും. ആ ഒരു പില്ലറിന് അത്രയ്ക്ക് ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഇവിടെ ഭംഗിയായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു വുഡൻ കളറിൽ. ആദ്യം നമുക്ക് പറയേണ്ടത് ഇതാ ലിവിങ് ഏരിയയാണ്. നല്ലൊരു എൽ ഷേപ്പ് കോർണർ സോഫ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ടിലേക്ക് ഈ ഒരു കട്ടിങ് ഫീൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ദേദോ, അതേപോലെ തന്നെ ഗ്രേ കളറിലെ ലൂവേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഹൊറിസോണ്ടൽ വിൻഡോ ഇവിടെ കവർ ചെയ്തിരിക്കുകയാണ്. അതുപോലെ വെർട്ടിക്കലായിട്ടുള്ള
പ്ലേറ്റഡ് കർട്ടൻസ് കൊടുത്തു. സീലിങ്ങിലേക്ക് നോക്കൂ, LED സ്ട്രിപ്പ് ലൈറ്റും കോബ് ലൈറ്റും എല്ലാം വന്ന് ഒരു ഭംഗിയുള്ള ഒരു പ്ലേസായി മാറി ഈ ഒരു ലിവിങ് സ്പേസ്. ഇതിലേക്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സെൻറ്റർ ടേബിൾ കൊടുത്തു. അതുപോലെ ഇവിടെ ഒരു പാർട്ടീഷന് നമുക്ക് കാണാൻ പറ്റും. പാർട്ടീഷൻ്റെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ മെറ്റലിൽ വന്നിരിക്കുന്ന ഒരു ഡിസൈനാണ്. ആ മെറ്റലിന് വുഡൻ കവറിങ് കൂടെ കൊടുത്തപ്പോൾ ഈ ഒരു ഏരിയക്ക് ഏറ്റവും ആപ്റ്റായി. അപ്പോൾ നിങ്ങൾ ഈ വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഇവിടുത്തെ ടൈലുകളുടെ ഭംഗിയാണ്. ഒരു വിശാലമായിട്ടുള്ള ടൈല്, നമുക്കൊരു ഇറ്റാലിയൻ മാർബിൾ വിരിച്ചതുപോലെ തോന്നും. 6:4 സൈസാണ്. അതുപോലെ തന്നെ ഇത് ബുക്ക് മാച്ച് ആയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ഹാളിൽ അടുത്ത സ്പേസിലേക്ക് പോവാം. ഇങ്ങോട്ട് വരുമ്പോൾ ഡൈനിങ് സ്പേസ് ആണ്. വിശാലമായിട്ടുള്ള ഡൈനിങ് സ്പേസ് ആയിട്ട് ഫീൽ ചെയ്യും. കാരണം മേലേക്ക് നല്ല ഹൈറ്റിൽ നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്പേസ് ആണ് ഇവിടെ വരുന്നത്. അതുപോലെ നല്ല ലൈറ്റുകൾ കൊടുത്തു, വലിയൊരു ഡൈനിങ് ടേബിൾ പ്ലേസ് ചെയ്തു. അതുപോലെ ഈ ഒരു സൈഡിലേക്ക് പാനലിംഗ് കൊടുത്തു. അതുപോലെ ഒരു കൺസോൾ യൂണിറ്റ് കൊടുത്തു. ഇതുപോലുള്ള പാനലിംഗ് ഒക്കെ വെറൈറ്റി ആയിട്ട് ഗ്രേ ലാമിനേറ്റ്സിലും വുഡൻ സർക്കിളിലുമാണ് കൊടുത്തിരിക്കുന്നത്. മറ്റൊരു ഹൈലൈറ്റ് ഇതാ ഇവിടെ കാണുന്ന അലൂമിനിയം അൾജീരിയം വിൻഡോസ് ആണ്. വലിയൊരു സ്പേസ് ആയതുകൊണ്ട് നമുക്ക് നല്ലൊരു കോർട്ട്യാർഡ് തന്നെ ഇവിടെ കിട്ടി. ഈ ഒരു കോർട്ട്യാർഡിൽ മുഴുവനായിട്ട് സ്റ്റോൺ വർക്കുകളാണ്. നമുക്ക് ഫ്ലോറിൽ കാണാം നാച്ചുറൽ സ്റ്റോണും പെബിൾസും. അതുപോലെ ഇങ്ങോട്ട് വരുമ്പോൾ നാച്ചുറൽ സ്റ്റോൺ ടെറാക്കോട്ടയുടെ സെയിം പാറ്റേണിൽ വരുന്ന ടൈലുകളാണ് കൊടുത്തിരിക്കുന്നത്. ടെറാക്കോട്ട ജാളികളും കൊടുത്തു. ഈ ഒരു സ്പേസിനെ അകത്തേക്ക് മാറ്റി. സാധാരണ രീതിയിൽ പലപ്പോഴും നമ്മൾ മെറ്റലൊക്കെ കണ്ട് പുറത്തുള്ള ഒരു ഫീല് വരാറുണ്ട്. പക്ഷേ ഇത് അകത്ത് തന്നെയുള്ള ഒരു കോർട്ട്യാർഡ് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നു. ഇതുപോലുള്ള പ്ലാന്റും കൂടെ കൊടുത്തപ്പോൾ അടിപൊളിയായി. മെയിൻ്റെനൻസ് ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ഇതുപോലെ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ആണ് കുറച്ചുകൂടെ ബെറ്റർ. ഈ വീട്ടുകാർ വിദേശത്ത് താമസിക്കുന്ന ആളുകൾ കൂടെ ആയതുകൊണ്ട് അവർ ആ രീതിയിലാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതാ ഈ ഒരു വലിയ ഹാളിൽ തന്നെ നമുക്ക് അടുത്ത് വരുന്ന ഒരു പോർഷൻ ഈ കാണുന്ന സ്റ്റെയർ ആണ്. സ്റ്റെയർ വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ വുഡാണ്. അതുപോലെ ഈ ഒരു ഭാഗത്ത് ഗ്ലാസ് ഹാൻഡ് റെയിലും വുഡൻ ഗ്രാബും ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സ്റ്റെപ്പിന് ഒരു ഹൈലൈറ്റ് ഉണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പിനെ ഒന്ന് ഹൈലൈറ്റഡ് ആയിട്ട് വുഡ് പ്രൊജക്റ്റ് ചെയ്യുന്ന രീതിയിൽ സ്ക്വയർ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു സ്റ്റെയറിൻ്റെ ബാക്കിലുണ്ട് കേട്ടോ കുറച്ച് കാര്യങ്ങൾ. ഇവിടെ സ്റ്റഡി ടേബിൾ ഒളിഞ്ഞ് കിടപ്പുണ്ട് കേട്ടോ. ഒരു സ്റ്റഡി ഏരിയ അല്ലെങ്കിൽ നമുക്കൊരു ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഏരിയ ഒക്കെ ആക്കി മാറ്റി. ഈ ഒരു ഭാഗത്ത് ട്രോഫി ഡിസ്പ്ലേ ചെയ്യാനുള്ള ഷെൽഫുകൾ കൊടുത്തു. അതുപോലെ ഈ ഒരു സ്റ്റെയറിൻ്റെ താഴെയുള്ള ഭാഗം ആണെങ്കിൽ കൂടി ഒരു സ്റ്റെപ്പ് ഡൗൺ ആക്കി കൊടുത്തപ്പോൾ ഇതൊരു സ്പെഷ്യൽ ഇടമായി മാറി. വീടിനകത്ത് സ്പെഷ്യൽ ഇടങ്ങൾ വേണമല്ലോ. പിന്നെ ഈ ഒരു ലിവിങ്ങിൽ നിന്ന് ഡൈനിങ്ങിലേക്ക് നമുക്ക് സീലിങ്ങിൽ ഒരു സെപ്പറേഷൻ ഉണ്ട്. കാരണം സീലിങ്ങിൻ്റെ ഹൈറ്റ് ഡിഫറൻസ് ആണ്. ഈ ഒരു ഹൈറ്റ് വരാൻ കാരണം ഇതിൻ്റെ മേലെ ഒരു ബെഡ്റൂം ഒളിഞ്ഞ് കിടക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് സീലിംഗ് ഹൈറ്റ് ഫീൽ ചെയ്യും. അതിൻ്റെ സീലിംഗ് ഡിസൈൻ മാറ്റം വരും. എല്ലാം മാറ്റം വന്നു. ഈ ഒരു ഭാഗത്താണ് കേട്ടോ വാഷ് ബേസിൻ ഏരിയ. ഇവിടെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട ഈ ഒരു ലൂവേഴ്സ് ഡിസൈൻ അടിപൊളിയായിട്ടുണ്ട് അല്ലേ? അതേപോലെ ഇതിൻ്റെ ഒരു ഡിസൈനും ഒരു കർവ് ഡിസൈൻ, അതിലേക്ക് ലൈറ്റൊക്കെ വന്നപ്പോൾ നല്ലൊരു ആംബിയൻസിലിടമായി മാറി. ഇവിടെ കിച്ചൺ ഒളിഞ്ഞ് കിടപ്പുണ്ട്. അത് പറയുന്നതിന് മുമ്പ് ഈ ഒരു ഭാഗത്തേക്ക് ഇതാ ഒരു TV ഏരിയ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് നമുക്ക് മേലേക്ക് നോക്കുകയാണെങ്കിൽ നല്ലൊരു ആംബിയൻസ് കിട്ടും. കാരണം ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് ഇങ്ങോട്ട് കാഴ്ച വരുന്ന ഒരു ഭാഗമാണ്. അതിലേക്ക് ഗ്രേ കളറിലെ ഈ ഒരു മൈക്കയും ഈ ഒരു വ്യൂവും ഈ ഒരു TV യൂണിറ്റും വന്നപ്പോൾ ഈ ഒരു സ്പേസ് വെറുതെ ആയില്ല. ഇവിടുന്ന് വിൻഡോ, വലിയൊരു വിൻഡോ, ക്ലോസ്ഡ് വിൻഡോ വരുന്നുണ്ട്. ഫിക്സഡ് ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഹാളിലെ കാഴ്ചകൾ. ഇനി ഒരു ഹാളിൽ നിന്ന് നമുക്ക് അടുത്ത സ്റ്റേജിൽ പോകാം. നേരെ ഹാളിൽ നമുക്ക് ഫസ്റ്റ് വ്യൂ കിട്ടുന്നത് ഇവിടെയുള്ള ഈ മിറർ വർക്കുകളാട്ടോ. നല്ല ലൂവേഴ്സിൽ മിറർ വർക്ക്, ഒരു വെറൈറ്റി ആയിട്ടുള്ള ഫീല് കിട്ടുന്ന, നമുക്കറിയാം വെറുതെ കിടക്കുന്ന ബോളിലൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളി ലുക്കാണ്. നേരെ കിച്ചണിലേക്ക് എൻ്റർ ചെയ്യുന്നത്. കിച്ചൺ എൻ്റർ ചെയ്യുന്ന ഗ്ലാസ് ഡോർ കണ്ടില്ലേ? ചെറിയൊരു പ്രൈവസി കൂടെ കിട്ടുന്ന രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. നേരെ കിച്ചണിലേക്ക് വരാം. വലിയ കിച്ചൺ, വിശാലമായ കിച്ചൺ, ബ്രേക്ക്ഫാസ്റ്റ് സെൻറ്ററിൽ ടേബിൾ വെച്ച് അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. മാക്സിമം സ്റ്റോറേജുകൾ ഇതാ മേലെയും തയ്യായിട്ട് കൊടുത്തിട്ടുണ്ട്. WPC PVC എല്ലാം മിക്സ് ആയിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇതിലേക്ക് വന്നിരിക്കുന്ന എല്ലാ കാര്യങ്ങളും, ഇതിൻ്റെ കളർ ടോണുകളൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. ഒരു ഡാർക്ക് തീമാണ്, ബ്ലൂവും ഗ്രേയും വരുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ലാമിനേറ്റ്സ് എല്ലാം. അതുപോലെ കൗണ്ടർ ടോപ്പ് വൈറ്റ് കൂടെ കൊടുത്തപ്പോൾ അതിനൊന്നും കൂടെ ഷോ കിട്ടുന്ന രീതിയിലായി. കുറച്ച് വുഡൻ വർക്കുകൾ അഡീഷണൽ വന്നിട്ടുണ്ട്. അതുപോലെ ആക്സസറീസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ടോൾ യൂണിറ്റ് ഇതാ ഈ ഒരു ഭാഗത്ത് വലിയ ടോൾ യൂണിറ്റ് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ കിച്ചണിൽ നിന്ന് തന്നെ നമുക്ക് ഹാളിലേക്കുള്ള ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഈ ഒരു സ്പേസ് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറായിട്ടും ഈ ഒരു ഏരിയ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഗ്രേ കളറിലെ ഈ ഒരു ടോപ്പോട് കൂടിയുള്ള സ്ഥലം. ഇവിടുന്ന് ഫുഡ് സെർവ് ചെയ്യാൻ ഈസിയാണ്, ആളെ കാണാൻ ഈസിയാണ്. ഡൈനിങ്ങിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, ലിവിങ്ങിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. വീട്ടിലേക്ക് ആൾ വരുമ്പോൾ അത് കാണാനും പറ്റും എന്നുള്ളതാണ് മറ്റൊരു ഹൈലൈറ്റ്. ഇതാ ഫ്രിഡ്ജ് ഇവിടെ വരുന്നു. അതുപോലെ ബാക്കിയുള്ള ആക്സസറീസ് ഒക്കെ ഇവിടെ വരുന്നു. ഓവൻ ഈ ഭാഗത്ത് വരുന്നു.
പിന്നെ ഒരു അഡീഷണൽ വർക്കിംഗ് കിച്ചൺ കൂടെ ഇവിടെയുണ്ട്. ഈ വീട്ടിലെ പ്രധാനമായിട്ടുള്ള ഒരു ബെഡ്റൂമിലാണുള്ളത്. ഗ്രൗണ്ട് ഫ്ലോറിൽ അത്യാവശ്യം വലിയ സ്പേസ് നമുക്ക് കാണാൻ പറ്റും. വിൻഡോകളെല്ലാം റോമൻ ബ്ലൈൻഡ്സ് കൊടുത്ത് കവർ ചെയ്ത് വുഡൻ ഫ്രെയിമിൽ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ അതേ ഒരു പാറ്റേൺ നമുക്ക് ഈ ഒരു ഹെഡ് വാളിലും കാണാം. ഇവിടെ ഈ ഒരു ബെഡ് കോട്ടിന് മുഴുവനായിട്ട് കവർ ചെയ്തിരിക്കുകയാണ് വുഡൻ കളറിൽ. അതുപോലെ ഈ ഒരു വരുന്ന ഭാഗം വാൾപേപ്പറിലാണ് ചെയ്തിരിക്കുന്നത്. സിമ്പിളായിട്ടുള്ള ഒരു ബെഡ് കോട്ട് കാണാം, ഹെഡ് ബോർഡ് കുഷനിൽ കാണാം. അതുപോലെ വാർഡ്രോബ് ഗ്രേ പ്ലസ് വുഡ് തീമിലാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഡ്രസ്സിങ് ഏരിയ സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിലെ രണ്ടാമത്തെ ഗ്രൗണ്ട് ഫ്ലോർ ബെഡ്റൂമിലാണുള്ളത്. ഇതിലെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ കാണുന്ന ബേ വിൻഡോ തന്നെയാണ് കേട്ടോ. ബേ വിൻഡോ എന്ന് പറഞ്ഞാൽ റൂമിനെ വേറെ ലെവലാക്കും. ചെറിയ റൂമാണെങ്കിലും ഒരു എക്സ്ട്രാ സ്പേസ് ഇവിടെ കിട്ടി എന്നുള്ളതാണ് ഹൈലൈറ്റ്. വുഡൻ ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് ഇതിൻ്റെ ഒരു ഫീല് കിട്ടുന്നത്. അതുപോലെ ഇങ്ങോട്ട് വരുമ്പോൾ ഹെഡ് വാളിനെ മാത്രം പ്രൊജക്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് ഹെഡ് ബോർഡ് ചെയ്തു. അതുപോലെ വാൾപേപ്പർ സെയിം വാൾപേപ്പർ തന്നെ കാണാൻ പറ്റും. 2 സിംഗിൾ വിൻഡോകളാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അതുപോലെ കാൻഡിലിവർ ആയിട്ടുള്ള സിമ്പിൾ ബെഡ് കോട്ടാണ്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വാർഡ്രോബ് 3 ഡോർ വാർഡ്രോബാണ് ചെയ്തിട്ടുള്ളത്. എക്സ്ട്രാ ഒരു മിറർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ടോയ്ലറ്റ് സൗകര്യത്തോടെയാണ് ഈ റൂമുകളെല്ലാം ഉള്ളത്. ഫസ്റ്റ് ഫ്ലോറിലല്ലാതെ ലാൻഡിങ്ങിൽ ബെഡ്റൂം എന്ന് പറയുമ്പോൾ അതൊരു അതിശയം തന്നെയല്ലേ. നമ്മളിത് ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് അതേപോലെ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ഇടയ്ക്ക് ഈ ഒരു ലാൻഡിങ്ങുള്ള ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. നേരതാ ഈ ഒരു വിശാലമായിട്ട് അല്ലെങ്കിൽ ഒരു എക്സിക്യൂട്ടീവ് റൂം എന്നൊക്കെ പറയുന്ന രീതിയിലാട്ടോ ഈ ഒരു ബെഡ്റൂം സെറ്റ് ചെയ്തിരിക്കുന്നത്. അടിപൊളിയായിട്ടുള്ള ബെഡ്റൂം, വലിയൊരു ബെഡ്റൂം, നല്ലൊരു ബെഡ് കോട്ട് സെൻറ്ററിൽ തന്നെ പ്ലേസ് ചെയ്തു. ഹെഡ് വാളിൽ കുഷൻ കൊടുത്തു. അതുപോലെ മുഴുവനായിട്ട് ഒരു പാനലിംഗ് വർക്ക് ചെയ്തിരിക്കുകയാണ്. അത് സിമ്പിളായിട്ടുള്ള റെക്റ്റാങ്കിൾ ഡിസൈനുകളാണ് കർവ് ചെയ്ത് ഡിസൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ സീലിങ്ങിലേക്ക് നോക്കുകയാണെങ്കിൽ ട്രാക്ക് ലൈറ്റും ഡ്രോപ്പ് സീലിങ്ങും സൈഡിൽ സ്പോട്ട് ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. വലിയ വിൻഡോ ഈ ഒരു ഭാഗത്ത് വരുന്നത് കൊണ്ട് നല്ല പ്ലീറ്റഡ് കർട്ടൻ കൊടുത്തു. അതുപോലെ ഇവിടെ ഡ്രസ്സിങ് ഏരിയ കൊടുത്തു. ഇതിലൊക്കെ ഒരുപാട് ഐഡിയാസ് ഉണ്ട് കേട്ടോ. ഈ ഡ്രസ്സിങ് മിററിൻ്റെ ബാക്കിൽ സ്റ്റോറേജുകളുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഹിഡൻ ആയിട്ടുള്ള ബാത്റൂം ഉണ്ട്. അതുപോലെ ഏകദേശം 4 മീറ്റർ ബൈ 3 മീറ്റർ വരുന്ന ഈ ഒരു ബെഡ്റൂമിൽ വാർഡ്രോബ് സ്ലൈഡിങ് ആയിട്ട് സൈഡിൽ വരുന്നുണ്ട്. ഇതൊന്നും അല്ല ഈ വീടിൻ്റെ ഹൈലൈറ്റ്. നമ്മൾ പുറത്തുനിന്ന് കണ്ട മെയിൻ ആയിട്ടുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഒരു ബാൽക്കണി അല്ലേ. എന്തായാലും വിശാലമായിട്ടുള്ള ബാൽക്കണി കൂടി ഈ ഒരു റൂമിന് കിട്ടി എന്നുള്ളതാണ്. സ്റ്റോൺ വർക്ക് ഇവിടെ വന്നു. അതുപോലെ ഈ ഒരു ഭാഗത്ത് സിറ്റിംഗ് ആയിട്ട് ഒരു ഊഞ്ഞാൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ പുറമേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ വീടിൻ്റെ ഫ്രണ്ടേജ് മാത്രമല്ല മുഴുവൻ ഏരിയ കാണുന്ന രീതിയിലുള്ള വലിയൊരു ബാൽക്കണി, അടിയിലുള്ള പ്ലാന്റർ ബോക്സ് ഒക്കെ നല്ല ഭംഗിയിൽ തന്നെ ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഇവിടെ സിറ്റിംഗ് എക്സ്ട്രാ സിറ്റുകളൊക്കെ പല ടൈപ്പ് ഉണ്ട്. നമ്മളൊരു ആംബിയൻസ് ഓരോ പ്രായക്കാർക്ക് അനുസരിച്ചുള്ള ആംബിയൻസിനുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതുപോലുള്ള ഏരിയകളിൽ കൊടുക്കുന്നത് സ്ലൈഡിങ് വിൻഡോകളാണ്. ഇത് കണ്ടില്ലേ, നല്ല സ്ലൈഡിങ് വിൻഡോകൾ. ഇതെല്ലാം അലൂമിനിയം അൾജീരിയ ആണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. ടഫൺ ഗ്ലാസ്സിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് മാത്രമല്ല, ഈ വീട്ടിൽ 5 ബെഡ്റൂമുകളുണ്ട്. ഇതിൽ ഒന്നാമത്തത് മാത്രമാണിത്. ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് വരുന്നത്. ഫസ്റ്റ് ഫ്ലോർ ഹാൾ സിമ്പിളായിട്ടുള്ള ഹാളാണ്. സിമ്പിൾ ഡിസൈൻ എന്ന് പറയുമ്പോൾ താഴേക്ക് മാക്സിമം വ്യൂ കിട്ടുന്ന ഏരിയകളുണ്ട്. ഇവിടെ ഒരു നല്ലൊരു കോർണർ സോഫ കാണാം. അതുപോലെ ഈ ഒരു ഭാഗത്തു നിന്നാണ് നമുക്ക് കിച്ചൺ ഭാഗത്തേക്കുള്ള വ്യൂ എങ്കിൽ, അതുപോലെ ഈ ഒരു സൈഡിലാണ് നമ്മളെ കോർട്ട്യാർഡിൻ്റെ സൈഡിലുള്ള ഡൈനിങ് സ്പേസിലേക്കുള്ള വ്യൂ. നമുക്ക് ആദ്യം അത് തന്നെ അങ്ങ് കാണാം. കാരണം ഇതുപോലുള്ള ഏരിയകളിൽ ഗ്ലാസ് കൊണ്ടുള്ള പാസേജ് കൊടുക്കാറുണ്ട്. ഗ്ലാസ് ആകുമ്പോൾ താഴെ നിന്നുള്ള വ്യൂ കുറച്ച് പ്രശ്നങ്ങളായതുകൊണ്ടാണ് വുഡനായിട്ടുള്ള വ്യൂ കൊടുത്തിട്ടുള്ളത്. താഴേക്ക് നമുക്ക് ഡൈനിങ് സ്പേസ് കാണാം, ഭംഗിയാണ്. ഈ ഒരു ഭാഗത്ത് വരുന്ന കോർട്ട്യാർഡിൻ്റെ മേലെ വരുന്ന ഭാഗത്തിന് ഒരു ഡോറ് വെച്ച് അതിനൊരു പോളികാർബൺ ഷീറ്റൊക്കെ ഇട്ട് ഷെയ്ഡ് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. കാരണം നമുക്ക് മൾട്ടിപർപ്പസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ആ ഒരു സ്പേസ്. ഇവിടെയുള്ള ബെഡ്റൂമുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതാണ് ഒന്നാമത്തെ ബെഡ്റൂം. ഈ ഒരു ബെഡ്റൂം എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ ബെഡ്റൂമാണ്. സിമ്പിൾ ബെഡ്റൂമാണ്, ചെറിയ ബെഡ്റൂമാണ്. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. 2 പേർക്ക് ഇവിടെ കിടക്കാമെങ്കിൽ ഒരാൾക്ക് മേലെ അടിപൊളിയായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. സീലിംഗ് ആണല്ലേ, അതിനനുസരിച്ച് മാച്ച് ചെയ്യുന്ന ഡിസൈൻ കൊടുത്തു. വാൾപേപ്പറുകൾ ആണല്ലേ, ഒരു ബോയ്സിൻ്റെ റൂമാണ്, അതിന് മാച്ച് ചെയ്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് കയറുന്ന സ്റ്റെപ്പുകൾ ഇതുപോലെ കൊടുത്തെങ്കിൽ ഈ സൈഡിലേക്ക് സ്ലിപ്പ് ചെയ്ത് ഇങ്ങനെ വരാനുള്ള ആ ഒരു സൗകര്യത്തിലും കൊടുത്തു. ഒരു ബേ വിൻഡോ കൂടെ മൾട്ടിപർപ്പസ്. അതേപോലെ ഈ ഒരു ഭാഗത്ത് സ്റ്റഡി ഏരിയ, മാക്സിമം കാര്യങ്ങൾ ഈ ഒരു ചെറിയ റൂമിൽ കുട്ടികൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. വാർഡ്രോബ് ഉൾപ്പെടെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് സൗകര്യമുള്ള റൂമാണ്. എക്സ്ട്രാ സ്റ്റഡി ഏരിയ ഈ ഒരു ഭാഗത്തും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫസ്റ്റ് ഫ്ലോറിലെ അടുത്ത ബെഡ്റൂം വിശാലമായിട്ടുള്ള ബെഡ്റൂമാണ്. ഗ്രേ സ്കീമിലാണ് ചെയ്തിരിക്കുന്നത്. ബേ വിൻഡോ വലുതായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ വാർഡ്രോബും ഈ ഒരു സൈഡിലേക്കാണ് ഈ ഒരു ബെഡ് കോട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് ആ വാളിൽ നമുക്ക് കാണാൻ പറ്റും. നല്ലൊരു പാനലിങ് സിമ്പിളായിട്ട് ചെയ്തിട്ടുണ്ട്. ബെഡ് കോട്ട് ചെയ്തിട്ടുണ്ട്. സീലിങ്ങിൽ കണ്ടില്ലേ, ഭംഗിയായിട്ടുള്ള ഡിസൈൻ, വുഡൻ ടച്ചും ചെയ്തിട്ടുണ്ട്.